ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ഫാമിലെ വലിയ ഫ്രിഡ്ജ് ബോക്സുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റേജ് 1, അതായത് ഫീഡിംഗ് ബോക്സിലേക്ക് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ മാറ്റാൻ പോവാണ്. ഇത് റെഡ് ഡ്രാഗൺ ഗപ്പിയാണ് ഇതിലുള്ളത്. ഇതിപ്പോൾ ഓൾറെഡി ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പോകുന്ന ഫീമെയിൽ ബ്രീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയിട്ട് തന്നെ ബാക്കി മെയിൽസും പിന്നെ വേറൊരു ഫീമെയിലൊക്കെ നിൽക്കുന്നുണ്ട്. അത് ബ്രീഡ് ആയിക്കഴിഞ്ഞ് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പിടിക്കുന്നൊരവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാനുണ്ട്. നമ്മളിവിടെ ഓൾറെഡി ബ്രീഡിംഗ് കേജ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് അല്ല ചെയ്യുന്നത്. നമ്മളിവിടെ എല്ലാ ഫ്രിഡ്ജ് ബോക്സുകളിലും കെടുക്കുന്ന ഗപ്പികളാണെങ്കിൽ ഇപ്പോൾ ലൈവ് പ്ലാന്റ്സിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്ന ഗപ്പി കുഞ്ഞുങ്ങളെ നമ്മൾ പിന്നീട് സെപ്പറേറ്റ് മാറ്റിയിടാറാണ്. ചില ഗപ്പികൾ കുഞ്ഞുങ്ങളെ കഴിക്കാറുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ ചില ഗപ്പികളിൽ നിന്ന് കിട്ടാറുമുണ്ട്. ഇപ്പോൾ നമ്മളിതാ റെഡ് ഡ്രാഗണിന് ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മളിതാ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ഗപ്പികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് റെഡ് ഡ്രാഗണിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത്. ഇതിൻ്റെ തൊട്ടുപുറത്തെ ടാങ്കിൽ സാന്റാക്ലോസ് ഉണ്ട്. സാന്റാക്ലോസിൻ്റെ ഫീമെയിൽസാണ് ഈ കെടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ഇതിൽ കുഞ്ഞുങ്ങൾ കെടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഇതിൽ കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മുടെ ഫാമിലുള്ള മറ്റു ടാങ്കുകളിൽ നിന്നൊക്കെ ആയിട്ട് നമ്മൾ ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് സ്റ്റേജ് 1, അതായത് ഫീഡിംഗ് ബോക്സിലേക്ക് മാറ്റാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലുള്ള ഈ കാണുന്ന ഫീഡിംഗ് ബോക്സുകളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 ബോക്സുകൾ നമ്മളിതിപ്പോൾ കാലിയുണ്ട്. നമ്മളതിൽ പുതിയ വെള്ളം നിർത്തിയിട്ട് അതുപോലെ തന്നെ എല്ലാറ്റിലും ഫോക്സ്റ്റൈൻ്റെ ലൈഫ് പ്ലാന്റ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ബോക്സ് ഉണ്ട്. അതുപോലെ തന്നെ തൊട്ടുപുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ബോക്സുകളായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ടാങ്കുകളിൽ നിന്നും ഗപ്പി കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യാം. നേരത്തെ നമുക്ക് റെഡ് ഡ്രാഗണിൻ്റെ ഒരു ബാച്ച് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ബാച്ചാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ കുഴപ്പമില്ലാതെ സൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടേക്ക് തന്നെയാണ്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മളൊരു ബോക്സ് ഇവിടെ മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് തന്നെയാണ് നമ്മൾ റെഡ് ഡ്രാഗൺ ആക്കാൻ പോകുന്നത്. നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്നുള്ളത്. ഏകദേശം ഒരു 10-20 കുഞ്ഞുങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് കളക്ട് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ ഈ കാണുന്ന ഈ ഒരു യെല്ലോ ഷീറ്റ് വിരിച്ചിട്ടുള്ള ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ മെറ്റാലിക് ബ്ലൂ ആണ് ഇതിനകത്തുള്ളത്. ഈ മെറ്റാലിക് ബ്ലൂവിൻ്റെ ഈ ടാങ്കിൽ നിന്ന് നമ്മൾ മെറ്റാലിക് ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ടാങ്കിലേക്ക് മാറ്റാം. ഇവിടെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ടാങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് ഇതാണ് മാറ്റാൻ പോകുന്നത്. മെറ്റാലിക് ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മളിതിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വൈറ്റ് ടെക്സിഡോയുടെ കുഞ്ഞുങ്ങളാണ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ ഈ വൈറ്റ് ടെക്സിഡോ ആക്കിയിട്ടുള്ള ഈ ഒരു ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫീമെയിൽസ് ഉണ്ട് ഇതിൽ. ഏകദേശം ഒരു 10 പേരുടെ അടുത്തെങ്കിലും ഇതിൽ കാണണം, ഫീമെയിൽസും മെയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരുമിച്ചായിട്ടുള്ളത് ഈ ഒരു ടാങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്. ഇനിയും ഇതാ അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിലൊക്കെ ഉണ്ട് കുഞ്ഞുങ്ങൾ. ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാണ്ട് ഒരു പക്ഷേ നമ്മൾ 2 ഫീഡിംഗ് ബോക്സ് ചിലപ്പോൾ നമ്മൾ വൈറ്റ് ടെക്സിഡോയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് വൈറ്റ് ടെക്സിഡോൻ്റെ ടാങ്കിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയതാ ഒരു പാത്രത്തിലുള്ള എത്രയും കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ മറ്റേ പാത്രത്തിലുള്ള എത്രയും കുഞ്ഞുങ്ങളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റിയുള്ളത്. ഇതിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ അതിൽ ഇപ്പോൾ കാണുന്നില്ല. അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് ബ്രീഡായി ഇറങ്ങും ഈ കാരണം. ഇപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് ഇതിനെ മൊത്തത്തിൽ തന്നെ ഈ ഒരു ടാങ്കിലേക്കാണ് മാറ്റാൻ പോകുന്നത്. 2 ടാങ്കിലേക്ക് മാറ്റുന്നില്ല, നമ്മൾ ഈ ഒരു ടാങ്കിലേക്കാണ് മൊത്തത്തിൽ മാറ്റാൻ പോകുന്നത്. വഴിയെ നമുക്ക് ഇതിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് വലിയ ടാങ്കുകൾ നമ്മുടെ കയ്യിൽ സെറ്റ് ആവുകയാണെങ്കിൽ മെയിലും ഫീമെയിലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വളർത്താൻ നോക്കാം. അല്ലാണ്ട് വലിയ ടാങ്കിലേക്ക് കുറച്ച് സൈസ് ആകുമ്പോൾ തന്നെ ഇറക്കി വിടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കായാലും അടുത്ത ടാങ്കിലുള്ളത് നോക്കാം. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മോട് ചോദിക്കാറുണ്ട് റിബൺ ഗപ്പി എന്തുകൊണ്ട് വളർത്തുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഫാമിലുള്ള ഒരു ഐറ്റം റിബൺ ഗപ്പിയാണിത്. ഇതൊരു റെഡ് കളർ വന്നത്, എനിക്കൊന്ന് റെഡ് ടെക്സിഡോ ആണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല. അതിൻ്റെ മെയിലാണ് ഈ പോകുന്നതും. അധികം സൈസ് ആയിട്ടില്ല, മീഡിയം സൈസാണ്. ഇതിൽ ചെറിയ സൈസുകളൊക്കെ ഇനി ഒരുപാടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാണ്. ഇതിൻ്റെ പെയർ ഇനി ഇതിൻ്റെ പേരൻസിന് ഇതിനെ പിടിച്ച് കഴിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ ഈ ടാങ്കിൽ നിന്ന് ഏറ്റവും ചെറുത് നോക്കിയിട്ടുള്ള കുറച്ച് കുഞ്ഞുങ്ങളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇനി നമ്മൾ ഫീഡിംഗ് ബോക്സിലേക്ക് മാറ്റാൻ പോകുന്നത്. ഇനി നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത് സ്നേക്ക് സ്കിന്നിൻ്റെ ടാങ്കിൽ നിന്നാണ്. ഈ ടാങ്കിൽ ഇപ്പോൾ ഓൾറെഡി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അസോളയുടെ അപ്ഡേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസോളയുടെ വിത്തുകൾ ഇതിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യാറുണ്ട് നമ്മുടെ റെഡ് തിലാപ്പിയൊക്കെ. അപ്പോൾ ഇതിൽ ഇപ്പോൾ അസോള കുറച്ചുണ്ട്. ഈ അസോള നമുക്ക് മാറ്റണം. അതുപോലെ തന്നെ എന്നിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, സ്നേക്ക് സ്കിന്നിൻ്റെ കുഞ്ഞുങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. സ്നേക്ക് സ്കിന്നിൻ്റെ ടാങ്കിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് അത് കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങൾ മാത്രമേ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിലേക്ക് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇനി ഇതിൻ്റെ പേരൻസ് പിടിച്ച് കഴിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇതിൽ തന്നെ വിടാൻ പോവുകയാണ്.
കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ 4-ത്തിന് 5-ത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ വേറൊരു ചെറിയ ഫീഡിംഗ് ബോക്സ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ടാങ്കുകളിൽ നിന്ന് ഇനിയും കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതിന് ഇനി പിടിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഈ ടാങ്കിൽ തന്നെ വിടുകയാണ്. ഇത് നമ്മുടെ ഫുൾ ബ്ലാക്കിൻ്റെ ബാച്ചാണിത്. ഈ ടാങ്കിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ പാത്രത്തിൽ. ഇവിടെ നമുക്ക് ഓൾറെഡി ഇതല്ലാതെ തന്നെ വേറെ 2-3-4 ബാച്ച് ഫുൾ ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബാച്ച് ഇവിടെ ഉണ്ട്, വേറൊരു ബാച്ച് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ആ സൈഡിലും നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയില്ല, ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളത്. ഇനി ഇതിനകത്ത് ലൈഫ് പ്ലാന്റ്സ് നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുണ്ട്. എന്താണെന്നറിയില്ല, നമുക്ക് ഇപ്പോൾ കൂടുതൽ നോക്കിയിട്ടൊന്നും കൂടുതലൊന്നും കാണാനില്ല. ചിലപ്പോൾ ഇതിനകത്തൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും പ്ലാന്റ്സ് നന്നായിട്ടുണ്ടായതുകൊണ്ട്. ഇനി നമുക്ക് ഇതിനെ ഫീഡിംഗ് ബോക്സിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ടാങ്കിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ടാങ്കിൽ ഒരു ബാച്ച് ഉണ്ട്, അതിൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. തൊട്ട് ഇപ്പുറത്തെ ടാങ്കിൽ വന്നിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക് ബ്ലൂ തന്നെയാണ് ഉള്ളത്. ഇതിലും ഒരുപാട് കുഞ്ഞുങ്ങൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടാങ്കിലാണെങ്കിൽ നല്ല രീതിയിൽ ഇലക്ട്രിക് ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ ഇവിടെ കാണുന്നുണ്ട്. ഇതിന് മൊത്തം കളക്ട് ചെയ്യാണ്ട്. അപ്പോൾ ഈ ടാങ്കിലൊക്കെ ഇപ്പോൾ അസോള തെറ്റില്ലാതെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അസോള ഇങ്ങോട്ട് മാറ്റുന്നുണ്ട്. ഈ ടാങ്കിൽ നിന്നൊക്കെ താൽക്കാലികമായിട്ട് നമ്മൾ നീക്കുന്ന ഈ അസോള നമ്മൾ കൊണ്ടുപോയിട്ട് കൊടുക്കാം, ഫീഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റെഡ് തിലാപ്പിയക്കാണ്. ഇലക്ട്രിക് ബ്ലൂവിൻ്റെ ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള അസോള നമ്മൾ ഈ ടാങ്കിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഇപ്പോൾ അസോള നന്നായിട്ട് ഫീഡ് എടുക്കുന്നത് ഇപ്പോൾ റെഡ് തിലാപ്പിയ മാത്രമാണ്. നമ്മുടെ കോഴിക്കാപ്പ് വേണ്ട രീതിയിൽ അസോള ഫീഡ് എടുക്കുന്നില്ല, എന്താ റീസൺ എന്നറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലേക്കാണ് മാറ്റുന്നത്. ഇതിലാകുമ്പോൾ ആവശ്യത്തിന് അവർ ഫീഡ് എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ബ്ലൂവിനാക്കിയിട്ടുള്ള ഈ 2 ടാങ്കുകളിൽ നിന്നായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. ഈ 2 ടാങ്കിൽ നിന്നായിട്ട് കിട്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാണ്ടിറ്റി കുഞ്ഞുങ്ങളുണ്ട്. ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്, ഇനിയും പിടിക്കാനുണ്ട്. ചെറുത് വലുതുമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, കുറച്ച് ചെറിയ സൈസായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തന്നെ കാണുന്നുണ്ട്. അതിനൊന്നും നമ്മൾ പിടിച്ചിട്ടില്ല. ഇതിനും ചെറിയ കുഞ്ഞുങ്ങളൊക്കെയാണ് നമ്മൾ പിടിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഇതിനെ 2-നെയാണ് ഇനി നമ്മൾ ഫീഡിംഗ് ബോക്സിലേക്ക് മാറ്റാൻ പോകുന്നത്. നമ്മുടെ എമറാൾഡ് ഗ്രീൻ്റെ ടാങ്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഫീഡിംഗ് ബോക്സ് നമ്മൾ കയ്യിൽ കൂടുതലില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊന്നും പിടിക്കുന്നില്ല. തൊട്ടുപുറത്തെ ടാങ്കിൽ സെക്സി ബ്ലൂ ആണ് കിടക്കുന്നത്. സെക്സി ബ്ലൂവിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം കുറച്ച് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ഇതിൽ വെള്ളം കണ്ടില്ലേ, നമുക്ക് വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല ഡാർക്കായിട്ടുണ്ട് വെള്ളം. ഇത് തൊട്ടുപുറത്ത് കിടക്കുന്ന ഈ ടാങ്കിലും സെക്സി ബ്ലൂ ആണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇതിലിവിടെയൊക്കെ ഉണ്ട് കേട്ടോ, സൈഡിലൊക്കെ ഉണ്ട്. ഇതിന് വെള്ളം അത്ര വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, ടാങ്കിലേക്ക് മാറ്റാം. നമ്മൾ താൽക്കാലികമായിട്ട് റെഡ് ഡ്രാഗണിൻ്റെ ഫീമെയിലിനെ ഇപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലൊരു അരിപ്പ നെറ്റ് വെച്ചിട്ടുള്ളതാണ്, ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാന്റാക്ലോസിൻ്റെ 2 ഫീമെയിലും ഇതേപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം ബ്രീഡിങ്ങിനായിട്ടുള്ള സാന്റാക്ലോസിൻ്റെ ഫീമെയിലാണ്. അപ്പോൾ അതിന് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയായാലും ഇതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഇന്ന് നമ്മൾ 3 ചെറിയ ടാങ്കുകൾ കാലിയാക്കിയിട്ടുണ്ടായിരുന്നു. 3-ലും കുറേശ്ശെ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ 3 കൂടി മിക്സഡ് ഗപ്പിയിലേക്ക് മാറ്റി. 3 വെറൈറ്റി ആയിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ടാങ്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് അറിയില്ല. നമുക്ക് ഫസ്റ്റ് ടൈമാണ്. കണ്ടില്ലേ, ജെല്ല് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പുഷുവല്ല, പക്ഷേ അതുപോലെ തന്നെ ഒരു ജെല്ല് പോലെ ഇങ്ങനെ കിടക്കുന്നത് എങ്ങനെ ക്രിയേറ്റ് ആയി എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ സൈഡിലൊക്കെ ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാതാ. ഈ കാണുന്ന 2 എണ്ണം 3 എണ്ണം ഇവിടെ ഒക്കെ ഉണ്ട്, ജെല്ല് പോലെ ഇങ്ങനെ കാണുന്നത്. ഇത് എന്തെന്നാണ് ക്രിയേറ്റ് ആവുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ നമുക്കില്ല. ഫസ്റ്റാണ് നമ്മളിത് കാണുന്നത്. ഒരു ജെല്ല് പോലെ ഉണ്ട്. ഇനി നമ്മുടെ ഒച്ചുകളുണ്ടല്ലോ ചെറിയ, അതിൻ്റെതാണോ അതോ ലൈഫ് പ്ലാന്റ്സ് നിന്ന് വരുന്നതാണോ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഇവിടെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. വെറൈറ്റി ഗപ്പികൾ ഒരുപാട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടാങ്ക് സൗകര്യം നമുക്ക് വേണം. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാമെന്നാണ് ഇപ്പോൾ നമുക്കും നമ്മുടെ എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാവുന്നത്. ഇന്ന് നമ്മളിവിടെ കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നമ്മുടെ കയ്യിൽ റിബൺ ടൈപ്പ് ഒരു ഗപ്പി ഉണ്ട്. അതിൻ്റെ പേരറിയില്ല. നമുക്ക് വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത് സെക്സി ബ്ലൂ കളക്ട് ചെയ്ത്, ഇലക്ട്രിക് ബ്ലൂവിൻ്റെ 2 ബാച്ച് നമ്മൾ കളക്ട് ചെയ്ത് 2 ടാങ്കിൽ നിന്ന്. അത് കൂടാതെ ഫുൾ ബ്ലാക്ക് നമ്മൾ കളക്ട് ചെയ്തു. പിന്നെ മെറ്റാലിക് ബ്ലൂ, വൈറ്റ് ടെക്സിഡോ, റെഡ് ഡ്രാഗൺ, ഇങ്ങനെ തുടങ്ങി കുറച്ച് വെറൈറ്റീസാണ് നമ്മൾ കളക്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിലും കളക്ട് ചെയ്യാൻ ഇനി അതിലുണ്ട്. ടാങ്ക് സൗകര്യം വേണം. അതുപോലെ തന്നെ സ്നേക്ക് സ്കിൻ ആണെങ്കിലും കുഞ്ഞുങ്ങൾ കുറച്ചേ ഉള്ളൂ, പക്ഷെ
പക്ഷേ നമ്മൾ അതിനായിട്ട് ഒരു ടാങ്ക് മാറ്റിയിട്ടില്ല. അങ്ങനെ തുടങ്ങി. പിന്നെ യെല്ലോ ടെക്സിഡോ ഉണ്ട്. യെല്ലോ ടെക്സിഡോ ഒന്നും പിന്നെ നമ്മൾ മെയിനായിട്ട് അങ്ങോട്ട് കെയർ ചെയ്തിട്ടില്ല. അത് അങ്ങനെ ടാങ്കിൽ തന്നെ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല ആ ബ്രീഡൊന്നും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗപ്പികളൊക്കെയാണ് ഇന്ന് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമ്മുടെ മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.